ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാവേ. അപ്പോൾ ഞാൻ ഒത്തിരി ഫ്രൈ ആക്കിയിട്ടില്ല. പിന്നെ ഞാൻ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവേ. പിന്നെ കഴിക്കാൻ സമയത്ത് ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയറും ചെയ്യുക. താങ്ക് യു. സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു. ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കിന്ന് നോക്കാം. എൻ്റെ പേര് മഞ്ജു. അലൈൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ല നാടൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പം ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം. താങ്ക് യു. 1.5 കിലോ ബീഫിലേക്ക് 3 മീഡിയം വലുപ്പത്തിൽ സവാള ഇട്ട് കൊടുക്കാം. കാരണം 1/2 കിലോ ബീഫിന് 1 സവാള എന്നാണ് കണക്ക് കേട്ടോ. സവാള ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായി ഇളക്കി വെള്ളം ഒഴിച്ചാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. അത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ബാക്കി ഒരു 3-4 വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ വേവിച്ച് എടുക്കുന്ന ബീഫ് ഇട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് മീഡിയം തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല, ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ.